day. So stand up and shout, GGO. You got to play to win, GGO. Let the games begin. You and your team keep getting better. You're good alone, but better together. GGO. You got to play to win. GGO. GGO ഫുട്ബോളിന്റെ സെമിഫൈനൽ മാച്ചിൽ ടീം മിറേഴ്സും ടീം ഡെവിളും കൂടെയാണ് കളിച്ചത്. ഇതുവരെ ഒരു മാച്ചും ടീം മിറർ തോറ്റിട്ടില്ല. പക്ഷേ ഈ മാച്ചിൽ അവർ വളരെയധികം പ്രയാസപ്പെട്ട് തോക്കുകയും ചെയ്തു. ടീം ഡെവിളിന്റെ ഫുട്ബോൾ പ്ലേയേഴ്സ് അടുപ്പിച്ച് തന്നെ കുറെ സിഗ്നേച്ചർ മൂവ് ആണ് പ്രയോഗിച്ചത്. അത് കാരണം ടീം മിറർ വളരെയധികം ബുദ്ധിമുട്ടി. കുറെ പരിശ്രമിച്ചെങ്കിലും അവർ ഒരു ഗോളെ നേടാൻ സാധിച്ചുള്ളൂ. കാരണം ടീം ഡെവിളിന്റെ ഫുട്ബോൾ പ്ലേയേഴ്സ് 3 മിനിറ്റിൽ 3 ഗോളാണ് അടിച്ചിരിക്കുന്നത്. നീ എന്താ ചെയ്യുന്നേ? അവിടെ എല്ലാരും പ്രാക്ടീസ് ചെയ്യാണ്. നീ എന്താ അവരുടെ കൂടെ കൂടാത്തെ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീയും ഷോണും വീണ്ടും പിണങ്ങിയോ? ഈ ഈച്ചനെ കൊണ്ട് തോറ്റു. വല്ലാത്ത ശല്യം തന്നെ. നിനക്കിപ്പോ എന്താ പറ്റിയെന്ന് പറ. ഞാൻ ആവുന്നത് നിന്നോട് ക്ഷമിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് നീ എന്നോട് മിണ്ടിട്ട് പോലുമില്ല. എന്താ പറ്റിയത്? ഈച്ചയെ കുറിച്ച് എന്നോട് പറയണ്ട. നീ വെറുതെ ഒച്ചയിടല്ലേ. ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ശരിക്കും അവനെ കുറിച്ച് പേടിക്കുന്നുണ്ട്. അവൻ എന്നോട് സംസാരിച്ചിട്ട് 3 ദിവസമായി. നീ പേടിക്കണ്ട, അവനൊരു പ്രശ്നമില്ല. ചിലപ്പോ ഒരു സമാധാനം കിട്ടാ അവിടെ ഇരുന്നതായിരിക്കും. 1-2 ദിവസമൊക്കെ ആണെങ്കിൽ സാരയില്ല. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയാണോ? കുറച്ചു ദിവസം കഴിഞ്ഞ് അവൻ സെമിഫൈനൽ കളിക്കാൻ പോവും. അപ്പൊ അവൻ ശരിയായ മതിയായിരുന്നു. അത് ശരിയായിക്കോളൂന്നേ. കഴിഞ്ഞ മാച്ചില് അവന്റെ കോൺഫിഡൻസ് ഇത്തിരി കുറഞ്ഞെന്നേ ഉള്ളൂ. അതിനിപ്പോ ഐസക്ക് മാത്രമല്ല, ടയറിനും നല്ലൊരു പ്ലെയർ ആണ്. എല്ലാവർക്കും അയാളെ പേടിയാ. എനിക്കൊന്നും അയാളെ പേടിയില്ല, പക്ഷേ ചെറുതായിട്ടൊന്നും. പേടിത്തൊണ്ടനായി പോയല്ലോ. അവന്റെ മുന്നിൽ ഇങ്ങനെയൊന്നും നിങ്ങൾ സംസാരിക്കരുത്. അവൻ ഒന്നുകൂടി പേടിക്കും. ഞാൻ പോയി ഷോൺ എവിടെയാ നോക്കട്ടെ. ശരി. ഷോൺ, നീ ചെന്നൊന്ന് ഐസക്കിനോട് സംസാരിക്ക്. അവൻ ആരോടെങ്കിലും സംസാരിച്ചിട്ട് 3 ദിവസമായി. ഇത് അവന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അവൻ തന്നെ സ്വന്തമായി ഇത് ശരിയാക്കേണ്ടിയിരിക്കുന്നു. സാരമില്ല, അവൻ ശരിയാക്കിക്കോളും. നീ വിഷമിക്കണ്ട. പക്ഷെ അവൻ ശരിയായില്ലെങ്കിലോ? നമ്മളിപ്പോൾ നാഷണൽസ് ആണ് കളിക്കാൻ പോകുന്നത്. ഇതുപോലും അവന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ജയിക്കാൻ പോകുന്നത്? ഷോൺ പറഞ്ഞതായിരിക്കും ശരി. നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാ. നീ മറ്റുള്ളവരെ കുറിച്ച് നന്നായി ചിന്തിക്കുന്നുണ്ട്. എന്തായാലും മാച്ചിന് മുമ്പ് ഐസക് എല്ലാം ശരിയാക്കിക്കോളും. എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ മാച്ച് എങ്ങനെ ജയിക്കണം എന്നാണ് നോക്കേണ്ടത്, ഐസക്കിനെ അല്ല. മനസ്സിലായോ നിനക്ക്? ഓ, ഇവരൊക്കെ ജിജോ ഫുട്ബോൾ കളിക്കുന്ന കണ്ടാ തോന്നി ഇവരെന്തോ യുദ്ധത്തിന് പോകുന്ന പോലെയാണെന്ന്.
നീ പറഞ്ഞത് ശരിയാണ്. അവര് ടീം വൂൾഫ് എന്നാണ് അവരെ തന്നെ വിളിക്കുന്നത്. എല്ലാ മാച്ചും അവർക്കൊരു യുദ്ധം പോലെയാണ്. മാത്രമല്ല അവര് തന്നെയാണ് ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ്. നമ്മുടെ ഓപ്പോണന്റ് ടീം നാഷണൽ ചാമ്പ്യൻസ് ആണ്. അതെ, ഞാൻ പറഞ്ഞത് ശരിയാണ്. ടീം വോൾഫിനെ നമുക്ക് എങ്ങനെയെങ്കിലും തോൽപ്പിച്ചേ പറ്റൂ. കഴിഞ്ഞ വർഷത്തെ നാഷണൽസ് ജയിച്ചതിന് ശേഷം അവർ ഒരു മാച്ച് പോലും തോറ്റിട്ടില്ല. ഈ വർഷത്തെ 175 മാച്ചും അവർ ജയിച്ചിരിക്കുകയാണ്. അതായത് ഈ വർഷത്തെ എല്ലാ ദിവസവും അവരൊരു ഗെയിം കളിച്ചിട്ടുണ്ട്. നമ്മൾ അത് ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു മാച്ചല്ല, നമുക്കിതൊരു യുദ്ധമാണ്. ഓ, അപ്പൊ ഇവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലേ? നമ്മൾക്കും എക്സ്പീരിയൻസ് ഉണ്ട്. ആ കാര്യം നീ മറക്കണ്ട. നമ്മുടെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് ഫുട്ബോൾ കളിക്കും, പിന്നെ ഇന്റർവെല്ലിന് കളിക്കും, പിന്നെ ലഞ്ച് സമയത്ത് 1-2 കളി, പിന്നെ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞത് 2 കളിയൊക്കെ കളിക്കും. അവരെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് നമ്മൾക്കാണല്ലോ. കാരണം നീ ഫുട്ബോൾ കളിക്കുന്നത് സ്കൂളിലെ പിള്ളേരുമായിട്ടാ, എന്നിട്ട് അവര് കളിക്കുന്നതോ നാഷണൽ ലെവലിലുള്ള ചാമ്പ്യന്മാരായിട്ട്. അതിനെന്താ, അവര് സെമി ഫൈനൽസിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളും കയറിയിട്ടുണ്ടല്ലോ. മാച്ച് കഴിയാതെ വിന്നർ ആരാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അവരുടെ കയ്യിൽ കുറച്ച് നല്ല സിഗ്നേച്ചർ മൂവ്സ് കാണും. നമുക്കൊക്കെ അത് കാണാൻ പറ്റുമോ എന്തോ. എല്ലാരും നോക്കി പഠിച്ചോളൂ. ഡിഗ്രി വെസ്റ്റിലേക്ക്. സ്നൈപ്പർ സ്ട്രൈക്കോ? അത് ശരിയാണ്. വൂൾഫിന്റെ പുതിയ കോൺഫിഗറേഷൻ നമ്മൾ മനസ്സിലാക്കണം. അവരുടെ 3 ഫോർവേഡ്സും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും ചേർന്നാണ് സ്നൈപ്പർ ട്രാക്ക് ഫോർമേഷൻ ഉണ്ടാക്കുന്നത്. സ്നൈപ്പർ സ്ട്രൈക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയണമെങ്കിൽ അവര് കറക്റ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് കണ്ടുപിടിച്ചാണ് സ്നൈപ്പർ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഫോർമേഷൻ ഇതുവരെ അവർക്ക് വളരെ സക്സസ്ഫുൾ ആയിരിക്കുന്നു. അവര് ഇത്രയ്ക്ക് നല്ലവരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതായത് ഈ സ്നൈപ്പർ സ്ട്രൈക്ക് ഫോർമേഷൻ ചെയ്യുന്നത് തന്നെ ഒരു സ്നൈപ്പർ ആംഗിളിൽ നിന്നാണ്. അവർക്ക് 2 പ്ലേയേഴ്സ് ഉണ്ട്, മിസൽ ആൻഡ് ടോർപീഡോ. അവര് ബാക്കിയുള്ളവരെ എല്ലാവരെയും മാർക്ക് ചെയ്ത് നിർത്തുമ്പോഴാണ് സ്നൈപ്പർ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് അവര് ബോൾ ഫോർവേഡിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ മിഡ്ഫീൽഡ് അറ്റാക്കർ ഗോൾ അടിക്കേണ്ട സ്ഥലം വൂൾഫ് ആർമി സ്കാനറിന് പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് ട്രിനിറ്റി അടുത്ത പ്ലെയറിനെയും കടന്നു പോയിരിക്കുന്നു. അതിനുശേഷം പിന്നെ എല്ലാ ഷോയും തുടങ്ങും. അത് കണ്ടോ, അയാൾ എന്താ ഇങ്ങനെ നോക്കുന്നത്? അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ബാക്കിയുള്ള പ്ലെയേഴ്സ് എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയുന്നതാണ്. ട്രിനിറ്റി കറക്റ്റായ സ്ഥലം കണ്ടുപിടിച്ചതിന് ശേഷം ബോൾ ഉടൻ തന്നെ കാനണിന് പാസ് ചെയ്യും. അവൻ സ്നൈപ്പർ സ്ട്രൈക്കും ചെയ്യും. അതൊരിക്കലും എതിരാളിക്ക് തടയാനാവില്ല. സ്നൈപ്പർ സ്ട്രൈക്കിന് ശരിക്കും അത്രയ്ക്ക് പവർ ഉണ്ടോ? നീ അവിടെ കണ്ടതല്ലേ അത്. ഗോൾ കീപ്പർ ചാടിയിട്ടും അവന്റെ ഷോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ മാത്രമല്ല, ഒരാഴ്ചത്തേക്ക് അവൻ റിപ്പയർ ഷോപ്പിലായിരുന്നു. സ്നൈപ്പർ സ്ട്രൈക്ക് വെച്ച് അവർ സ്കോർ മാത്രമല്ല ചെയ്യുന്നത്, ഗോൾ കീപ്പറിന്റെ മെർക്കുറി കോർ തന്നെ നശിപ്പിക്കുകയാണ്. കണ്ടു നോക്കും. അവരുടെ കയ്യില് സ്നൈപ്പർ സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ എന്താ, മിത്തിന്റെ കയ്യില് റോറിംഗ് ഫ്ലൈം ഉണ്ടല്ലോ. ഇത് രണ്ടും അല്ലാത്ത കാര്യങ്ങളും വൂൾഫ് ആർമിയുടെ കയ്യിലുണ്ട്. അവരുടെ എല്ലാ ടീം മെമ്പേഴ്സിനും എന്തോ ഒരു കാര്യം കോമൺ ആയിട്ടുണ്ടെന്ന്. അതെന്താ? സാധാരണ എല്ലാ GGO ഫുട്ബോളേഴ്സിനും ഒരു സെറ്റ് എനർജി വാല്യൂ ഉണ്ടായിരിക്കുന്നതാണ്. അവരുടെ ട്രെയിനിങ്ങിലും ശരി, അവർ കളിക്കുമ്പോഴും ശരി, ഈ എനർജി ലെവൽ ഒരിക്കലും മാറാറില്ല. അതൊരിക്കലും ഇൻക്രീസും ആവില്ല. എന്നാൽ വൂൾഫ് ആർമിയുടെ കഴിഞ്ഞ 12 ഗെയിംസിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഇന്ന് കണ്ടുപിടിച്ചതാണത്. അവരുടെ എനർജി വാല്യൂ ഒരിക്കലും കുറയാറില്ല. ദാ നോക്കൂ. നീ പറഞ്ഞത് സത്യമാണോ ഷോൺ? അവരുടെ ആവറേജ് നമ്മുടെ നോർമൽ GGO ഫുട്ബോളറെക്കാട്ടും കൂടുതലാ. അത് ശരിയാണ്. വൂൾഫ് ആർമിയുടെ പ്ലെയേഴ്സ് ബാക്കിയുള്ള ടീംസിനെക്കാളും ഡബിൾ എനർജി ലെവലിലാണ് കളിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഹൈലി ട്രെയിൻഡ് ഫുട്ബോളേഴ്സ് ആണ്. അവരുടെ ഫോർമേഷനും കൗണ്ടറും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവരുടെ ഫിസിക്കൽ ലെവൽ ഓഫ് എനർജിയും സ്പീഡും നമുക്ക് ഒരിക്കലും മാച്ച് ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് തീർച്ചയായും ടഫ് ഗെയിം ആയിരിക്കും.
നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ ബെയർഫുട്ടിന്റെ പ്രധാന പ്ലേയേഴ്സ് ഐസക്കും ഷോണുമാണ്. ഒരാൾ ഒഫൻസും ഒരാൾ ഡിഫൻസും ഹാൻഡിൽ ചെയ്യുന്നു. ഷോൺ വളരെ ശ്രദ്ധിച്ചാണ് കളികൾ കളിക്കുന്നത്. ഐസക് ആണെങ്കിൽ കളിയിൽ നല്ല ഉന്മേഷവാനാണ്. അവനിൽ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ട്. ആ ടീമിൽ 6 കളിക്കാരാണ് ഉള്ളത്, ഒരാള് റിസർവിലും. ഇവരിൽ ആർക്കും പ്രത്യേകിച്ചും നല്ല എനർജി വാല്യൂസ് ഇല്ല. പക്ഷെ മിത്തിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കണം. അവന്റെ എനർജി വാല്യൂസ് ഒരുപാടാണ്. അവനിൽ ഒരു എക്സ്പ്ലോസീവ് പവർ ഉണ്ട്. ആ പവർ അവൻ അത്യാവശ്യ സമയത്ത് മാത്രമേ പുറത്തെടുക്കാറുള്ളൂ. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് കള്ളം പറയാറില്ല. ഞാൻ സ്മിത്തിന്റെ സിഗ്നേച്ചർ മൂവും റോറിംഗ് ഫ്ലെയിമും കണ്ടിട്ടുണ്ട്. ഭയങ്കര പവർഫുൾ ആണ്. പിന്നൊരു കാര്യം നിങ്ങൾ മറക്കണ്ട, അവന്റെ പെർഫോമൻസ് കൂട്ടാൻ അവര് പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഈ ടീമിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് കൈക്കലാക്കണം. എത്രയും പെട്ടെന്ന് എനിക്ക് ഇതിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് വേണം. ശരി ജനറൽ. ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞോ മോനെ? വോൾഫ് ആർമിയുടെ ഗെയിം ഒക്കെ ഞങ്ങൾ ഇപ്പൊ അനലൈസ് ചെയ്തതേ ഉള്ളൂ. ടിമ്മി എന്തായാലും നമ്മുടെ ഡിഫൻസ് ഇനിയും ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉള്ളൂ. നീ മനസ്സിലാക്കണം, നമുക്ക് ഈ കളി ജയിച്ചേ പറ്റുമെന്ന്. നിന്നെ കൊണ്ട് അതിന് കഴിയും. നമ്മുടെ ട്രെയിനിങ് ലെവൽസ് ഇൻക്രീസ് ചെയ്യാനും നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് സാറ്റലൈറ്റ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ബൂസ്റ്റ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ ഐസക്? ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് പറയണോ? ഷുവർ, നീ പറയണം. നമുക്ക് തോന്നുമ്പോഴൊക്കെ നമ്മുടെ കൈ ചെറുതാക്കാനും വലുതാക്കാനും പറ്റിയെങ്കിൽ എത്ര നന്നായിന്നല്ലേ? അതന്നെ കിട്ടിപ്പോയി. അത് വോൾഫ് നമ്മൾ തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്യും. നീ ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജി ഉണ്ടാക്കണം. അത് ഞാൻ തീരുമാനിച്ചു. നീ എന്താണ് തീരുമാനിച്ചത്? ഈച്ചയെ ചെരുപ്പ് കൊണ്ട് അടിച്ചത് തെറ്റാണെന്ന് മനസ്സിലായി. ഓ കമോൺ, നീ എന്താ പറയുന്നേ? ഇങ്ങനെ ഓടിയാ നമ്മൾ ജയിക്കുന്നാണോ? വുൾഫ് ആർമി എത്ര സ്ട്രോങ് ആണെന്ന് നിനക്കറിയാവോ? അവരുടെ കഴിവിന് എത്രയും നമ്മൾ വരണമെന്നെങ്കിൽ നമ്മളെല്ലാവരും ഇതുപോലെ നല്ല ട്രെയിൻ ചെയ്താലേ പറ്റൂ. ഓക്കെ, പക്ഷെ ഷോൺ പറഞ്ഞത് നമ്മളെക്കാളും കൂടുതൽ എനർജി കപ്പാസിറ്റി അവർക്കാണെന്നല്ലേ? ഈ ലോകത്ത് എന്ത് ട്രെയിനിങ് ചെയ്താലും അത് നമ്മളെ സഹായിക്കാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റൂ. ഒരുപാട് സമയം നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ചെയ്യണം. ഹേ ഷോൺ, നീ ചോദിച്ച മിലിറ്ററി ബുക്സ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ എതിരാളിയെ കുറിച്ച് എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് നീയും കുറച്ച് പഠിക്കണം. ആര് ഞാനോ? പക്ഷെ ഞാൻ ഈ ബുക്സ് കൊണ്ടുവന്നാൽ മാത്രം മതി എന്ന് വിചാരിച്ചു. തീർച്ചയായും നീയും പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത് നമ്മളുടെ ടീമിലെ ഒരു മെമ്പറാണ് നീ. നീ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഷോൺ. നീ ആള് സ്വീറ്റാ. ബെയർഫുട്ട് എല്ലാ മാച്ചും ജയിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മൾ ആയുഷ്കാലം മുഴുവൻ ടീംമേറ്റ്സ് ആയിട്ടിരിക്കുന്നത്. അതൊക്കെ പോട്ട് നീ എന്തീ വായിക്കുന്നത്? ദി ആർട്ട് ഓഫ് വാർ. ദി ആർട്ട് ഓഫ് വാറോ? അതെ അതെ, വൂൾഫിന്റെ ടീമിന്റെ ഫോർമേഷൻ മിലിറ്ററി ഫോർമേഷൻസ് പോലെ തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒഫൻസീവും ഡിഫൻസീവ് ടാക്ടിക്സും. അവർക്കെതിരായി നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മൾ മിലിറ്ററി സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം. ഐസക്, നിനക്കിന്ന് ഭയങ്കര ക്ഷീണമാണല്ലോ, എന്തു പറ്റി? എനിക്കൊന്നുമില്ല. അടുത്ത മാച്ചിനെ പറ്റി ആലോചിക്കണോ നീ? മാച്ചിനെ കുറിച്ച് എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. GGO ഫുട്ബോളേഴ്സ് ഒരുപാട് പരിശ്രമിക്കുന്ന കൂട്ടത്തിലാ. അതുകൊണ്ട് ഞങ്ങൾ പേടിക്കാറില്ല. ചില സമയത്ത് നിന്നെ പോലെ ആയാ മതിയായിരുന്നു തോന്നുന്നുണ്ട്.
ഒരേ കാര്യങ്ങൾ ചിന്തിക്കാതെ ഗെയിമിനെ കുറിച്ച് മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. എന്നാ പിന്നെ നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? വെറുതെ ആലോചിച്ചുകൊണ്ട് മാച്ച് ജയിക്കാൻ പറ്റുമോ തോക്കുമെന്നൊന്നും അറിയില്ലല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? ശരി, അത് വിട്ടേക്ക്. നീ കൂടുതൽ ഒന്നും ആലോചിക്കണ്ട. നീ പോയിക്കോ, പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നോ. ഐസക്, നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ് എല്ലാരും. നീ പെട്ടെന്ന് താഴോട്ടൊന്ന് ഇറങ്ങി വാ. ഞങ്ങളില്ലാതെ പ്രാക്ടീസ് ചെയ്തോ? ബാർഫുട്ട് ഒരു ടീമാണെന്നുള്ള കാര്യം നീ മറന്നു. നമ്മൾ ഒരുമിച്ചല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇല്ല, ഞാനില്ലാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നേ. നിങ്ങളെ കൊണ്ട് പറ്റും. നോക്കൂ ഐസക്, നമ്മൾ തോറ്റാലും നമുക്ക് ഒന്നിൽ നിന്നും അങ്ങോട്ട് തുടങ്ങാമല്ലോ. മാത്രമല്ല, നമ്മൾ ഇതുവരെ തോറ്റ ചരിത്രമില്ല. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാൻ എന്താ ഇപ്പൊ ആലോചിക്കുന്നത് നിനക്ക് മനസ്സിലാവില്ല. നീ എന്താ ആലോചിക്കണമെന്ന് എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എല്ലാവരും ഒരു ടീമാ. ബുൾഫാർമിയും ടൈറനും ഒക്കെ ഒരുപാട് സ്ട്രോങ് ആയിരിക്കും, പക്ഷെ നമ്മൾ അവരിലും ഒട്ടും കുറവല്ല. അതറിയാം. നമ്മൾ സ്ട്രോങ് ആണെന്ന് നമുക്കറിയാം, പക്ഷെ മറ്റു ചിലർ നമ്മളെ വീക്കായാണ് കാണുന്നത്. ആരാ അത്? നീ പോയി പ്രാക്ടീസ് ചെയ്. ഒരു കാര്യം ഞാൻ പറയാം, നീ മിത്തിനെയും കൂട്ടിക്കൊണ്ട് പോയി ഷോനുമായിട്ട് കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്. പിടിച്ചോ. അല്ല, നിനക്കും പ്രാക്ടീസ് ചെയ്യണ്ടേ? കമോൺ, നമുക്ക് സ്പീഡ് ആക്കണം. ഫ്രണ്ട്സ്, നിങ്ങൾ ഇത് കണ്ടില്ലേ? കോൾ കുറച്ച് ഇൻഫർമേഷൻ തന്നു. അതനുസരിച്ച് നമുക്കൊരു 10% ഇംപ്രൂവ് ചെയ്താൽ മതി. നമ്മളുടെ ടീമിന്റെ പെർഫോമൻസ് 33% കൂടിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമല്ലേ ഷോൺ? ഇല്ല, അത് പോരാ. ഇനിയും ഹെവിയർ ആക്കണം. എന്താ, നല്ല ഉറപ്പാണോ? അങ്ങനെ ചെയ്താൽ നമ്മുടെ ടീമിന്റെ വാറന്റിയർ കൂടും. അതൊന്നും സാരമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും വൂൾഫിന്റെ സ്കിൽ ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെയിറ്റ് ഇൻക്രീസ് ചെയ്യൂ. സാറേ, ആരാ വന്നിരിക്കുന്നതെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല. ഐസക് ആണോ അത്? മാഡവും സാറും. അമ്മേ, അച്ഛാ, നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്? മോനെ, നിന്നെ ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്തു. ഞാനും നിങ്ങളെ വല്ലാതെ മിസ് ചെയ്തു. വാ അമ്മേ, എന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി തരാം. അത് കാൾ, ഇത് കാറ്റ്, ഇതാണ് ടിമ്മി. ഇവരെല്ലാവരും എന്റെ ജിജിയോ ഫുട്ബോൾ ടീംമേറ്റ്സ് ആണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സും ആണ്. മിസ്റ്റർ ഗ്ലാൻസ്, നിങ്ങൾ പോയി പാക്കിംഗ് എല്ലാം ചെയ്തു തുടങ്ങൂ. എന്ത് പാക്കിംഗ് എന്നോ? ഷോൺ, നീ എന്റെ കൂടെ ഒന്ന് വന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പാണ് പ്രൊഫസർ ഹാക്മാൻ വിയന്നയിലെത്തിയത്. മ്യൂസിക് കോളേജിന്റെ അഡ്മിഷന് വേണ്ടി എത്രയും പെട്ടെന്ന് എന്നെ കാണണമെന്നാ പറയുന്നത്. ആകെ 32 സ്റ്റുഡൻസിനെ അവരെടുക്കാൻ പോകുന്നത്. വളരെ കോമ്പറ്റേറ്റീവ് ആയിരിക്കും. മോനെ, ഈ അവസരം നീ ഒരിക്കലും ഇല്ല, ഇപ്പൊ എനിക്ക് വരാൻ പറ്റില്ല. അമ്മ എന്നോട് പ്രോമിസ് ചെയ്തതാണ് നാഷണൽ ടൂർണമെന്റ് കഴിഞ്ഞു വന്നാൽ മോനെ, പ്രൊഫസർ ഹാക്മാന്റെ ഷെഡ്യൂൾ അനുസരിച്ച് നോക്കണോ. ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു നിന്നോട്. 2 ആഴ്ച മുമ്പ് അദ്ദേഹം വന്നേ ഉള്ളൂ. നീ അധികം പ്രശ്നമാക്കണ്ട മോനെ. നീ എത്രയും പെട്ടെന്ന് അവിടെ സെറ്റിൽ ആയാലേ നിന്റെ ഫ്യൂച്ചർ നന്നാവുകയുള്ളൂ. കേട്ടല്ലോ? ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ടീം ബെയർഫുട്ടിനെ വിട്ടിട്ട് വരാൻ പാടില്ല. ഇനി വെറും 2 ദിവസത്തിനുള്ളിൽ ക്രൂഷ്യൽ ഗെയിമാണ് വരാൻ പോകുന്നത്. എനിക്ക് അവരെ വിടാൻ പറ്റില്ല. മോനെ, നിനക്ക് വേണമെങ്കിൽ ആ ടൂർണമെന്റ് കളിക്കാം, പക്ഷെ അത് കഴിഞ്ഞ ഉടനെ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് മതിയാവൂ. മനസ്സിലായോ? എന്താ മിണ്ടാത്ത? അമ്മേ, ഞങ്ങള് സെമി ഫൈനൽസ് വരെ വളരെ പൊരുതിയാണ് വന്നത്. ഇപ്പൊ വിട്ടിട്ട് പോവാൻ പറ്റില്ല. നിനക്ക് നല്ലൊരു മ്യൂസിക് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് അറിയാവോ? അത് നീ മറക്കണ്ട. 3 ദിവസത്തിനുള്ളിൽ നീ ഇവിടുന്ന് വന്നേ മതിയാകൂ. നീ ശരിക്കും ഇവിടുന്ന് 3 ദിവസം കഴിഞ്ഞാ വിയന്നയിലേക്ക് പോവോ? കാറ്റ്, ഈ കാര്യത്തെ കുറിച്ച് നീ ആരോടും പറയരുത്. വോൾഫ് ആർമിയുടെ കൂടെയുള്ള ഗെയിമിന് ശേഷം ഞാൻ എല്ലാരോടും പറഞ്ഞോളാം. ഓക്കെ? അല്ല, നീ നിന്റെ ഫാമിലിയുടെ കൂടെ പോയില്ലേ?
അതെ, നീ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ് കാണുന്നതല്ലേ, അപ്പൊ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തൂടെ? ഇപ്പൊ പറ്റില്ല. ഈ ഗെയിമിലാണ് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യേണ്ടത്. ടിമ്മി, നീ വെയിറ്റ് ഗെയിൻ ചെയ്തോ? ഞാൻ ചെയ്തു. ഓരോരോ എക്യുപ്മെന്റ് 10 കിലോ കൂട്ടിയിട്ടുണ്ട്. ഓൾ റൈറ്റ് ദെൻ ഫുട്ബോളേഴ്സ്, അടുത്ത കളിയിൽ നിങ്ങൾ എതിരാളിയെ തോൽപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങൾ തന്നെ ജയിക്കണം. ഇതുവരെ കളിച്ച എല്ലാ കളിയും മറന്ന് കളിക്കണം നിങ്ങൾ, എന്നാലേ നമുക്ക് ജയിക്കാൻ കഴിയൂ. ഇതുവരെ കളിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗെയിമാണ്. നമ്മൾ തീർച്ചയായിട്ടും ഈ കളി ജയിച്ചിരിക്കും. വ്യക്തിപരമായി ഞാൻ പറയണമെങ്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കളിയാണിത്. അതുകൊണ്ട് ഒന്നും മറച്ചു വെക്കരുത്. ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പുള്ള ഫൈനൽ യുദ്ധമാണിത് എന്ന് കരുതി കളിച്ചാൽ മാത്രമേ നമുക്കിത് ജയിക്കാൻ കഴിയൂ.